Hello friends, welcome back to my YouTube channel Speakeasy Thames, the channel which proclaims the world can be conquered by the help of English language. Department of English Language and Literature PA English സ്റ്റുഡൻസിന് മോഡേൺ വേൾഡ് ഹിസ്റ്ററി എന്നൊരു പേപ്പറിനുണ്ട്. വി വർ ഡിസ്കസിങ് അപ്പോൺ ദാറ്റ്. അതിലെ സെക്കൻഡ് മോഡ്യൂളിനെ കുറിച്ചായിരുന്നു നമ്മുടെ ഡിസ്കഷൻ. Let's go to its second part. So, modern world history എന്ന പേപ്പറിലെ യൂറോപ്യൻ എക്സ്പാൻഷൻ എന്ന സെക്കൻഡ് മൊഡ്യൂളിലെ സെക്കൻഡ് സബ് ഹെഡിങ് ആയിട്ടുള്ള സീ റൂട്ട്സ് ആൻഡ് വോയേജസ് ആണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക്. ഏർലി പീരീഡിൽ യൂറോപ്യൻസ് ഒരുപാട് വോയേജസ് നടത്തിയിരുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹെൻറി ദ നാവിഗേറ്റർ, ഇദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ള ഒരു പോർച്ചുഗൽ കിങ് ആണ്. പക്ഷേ ഇദ്ദേഹം അറിയപ്പെടുന്നത് ഒരു പോർച്ചുഗൽ കിങ് എന്നതിലുപരി ആസ് ഹെൻറി ദ നാവിഗേറ്റർ. ഇദ്ദേഹം ഒരുപാട് വോയേജേഴ്സിന് ഒരു വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇദ്ദേഹം സീ ട്രാവലേഴ്സിന് ട്രെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ലിസ്ബണിൽ ഒരു സ്കൂൾ വരെ എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ ഇദ്ദേഹത്തിനാൽ കഴിയുന്ന വിധത്തിലെല്ലാം സീ വോയേജേഴ്സിനെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ നാവിഗേറ്റേഴ്സ് തന്നെ ആഫ്രിക്കൻ കോസ്റ്റുകളിലെല്ലാം പോയി യാത്ര ചെയ്ത് സക്സസ് ആയി തിരിച്ചു വന്നവരാണ്. അതുകൊണ്ട് തന്നെ ലോകം കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും നല്ല ട്രാവലേഴ്സ് എല്ലാം ഇദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പോയി നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തവരാണ്. ഗോൺസാൽവസ്, ഇദ്ദേഹം ഭൂമിയുടെ ആക്സസ് കടന്നുപോയ ആദ്യത്തെ വ്യക്തിയാണ്. അന്ന് കാലത്ത് യൂറോപ്പിൽ ഒരു സൂപ്പർസ്റ്റിഷൻ നിലനിന്നിരുന്നു. ആരാണോ ഭൂമിയുടെ ആക്സസ് കടന്നു പോകുന്നത് അയാൾ അവിടെ വെച്ച് തന്നെ അവിടുത്തെ ചൂട് താങ്ങാനാവാതെ കരിഞ്ഞ് അമർന്നു പോകുമെന്ന്. പക്ഷേ ഇദ്ദേഹം ആ ഒരു ചിന്താഗതിയെ മാറ്റിമറിച്ചു. ഇദ്ദേഹം ആക്സസ് കടന്നു പോയെന്ന് മാത്രമല്ല ജീവനോടെ കൂടി തിരിച്ചു വന്നു. അതോടുകൂടി അദ്ദേഹം ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ആ സൂപ്പർസ്റ്റിഷൻ അദ്ദേഹം എടുത്തു കളയുക മാത്രമല്ല, പകരം അദ്ദേഹം ഒരു റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ബർത്തലോമിയോ ഡയസ്, ഇദ്ദേഹം ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ ഏറ്റവും സൗത്ത് മോസ്റ്റ് ടിപ്പ് വരെ യാത്ര ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് യാത്ര ചെയ്യാനായില്ല. നല്ല കൊടുങ്കാറ്റും കനത്ത മഴയും കാരണം അദ്ദേഹത്തിന് അവിടെ നിന്നും തിരിച്ചു പോരേണ്ടി വന്നു. ഈ ഒരു വസ്തുത അദ്ദേഹത്തെ ഒരുപാട് നിരാശനാക്കിയിരിക്കാം. അതുകൊണ്ടാവും അദ്ദേഹം ആ സ്ഥലത്തിന് പേരിട്ട് വിളിച്ചത് കേപ്പ് ഓഫ് സ്റ്റോംസ് എന്നായിരുന്നു, കൊടുങ്കാറ്റുകളുടെ കേപ്പ്. പക്ഷെ ഈ പേര് ഒരുപാട് കാലമൊന്നും നിലനിന്നില്ല. കാരണം മറ്റു വോയേജേഴ്സ് യാത്ര ചെയ്തപ്പോൾ സ്ഥിതിഗതികൾ വേറെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിച്ചിരുന്ന പേര് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നാണ്, നല്ല പ്രതീക്ഷയുടെ കേപ്പ്. കാരണം പിന്നീടുള്ള ഈസ്റ്റേൺ എക്സ്പ്ലോറേഷൻസിന് ഈ ഒരു കേപ്പ് ഒരുപാട് സഹായകമായിരുന്നു. അങ്ങനെ ബർത്തലോമിയോ ഡയസിൻ്റെ കേപ്പ് ഓഫ് സ്റ്റോംസ് പിന്നീട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പായി അറിയപ്പെട്ടു. ക്രിസ്റ്റഫർ കൊളംബസ്, ഇദ്ദേഹം ഇറ്റലിയിൽ നിന്നുള്ള ട്രാവലറാണ്. പക്ഷേ ഇദ്ദേഹം പഠിച്ചിരുന്നതെല്ലാം ഹെൻറി ദ നാവിഗേറ്ററിൻ്റെ ട്രെയിനിങ് സ്കൂളിലായിരുന്നു. അവിടെ വെച്ച് സീ ട്രാവലറിന് ലഭിക്കാവുന്ന എല്ലാ വിധത്തിലുള്ള ട്രെയിനിങ്ങും അദ്ദേഹത്തിന് ലഭിച്ചു. ഇന്ത്യ ആൻഡ് ചൈന ഇത് രണ്ടുമായിരിക്കും തൻ്റെ ഏറ്റവും അവസാനത്തെ ഡെസ്റ്റിനേഷൻ എന്ന് തീരുമാനിച്ചിട്ടാണ് അദ്ദേഹം യാത്രകൾ തന്നെ തുടങ്ങുന്നത്. ഒരു ഇറ്റാലിയൻ പേഴ്സണാലിറ്റി ആയിട്ട് കൂടി അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു സ്പാനിഷ് നാവിഗേറ്റർ ആയിട്ടായിരുന്നു. എന്തുകൊണ്ടാവും? ഇദ്ദേഹത്തിന് ലഭിക്കാനിരുന്ന എല്ലാ തരത്തിലുള്ള ഫിനാൻഷ്യൽ എയ്ഡും സോഷ്യൽ സപ്പോർട്ടും ലഭിച്ചിരുന്നത് സ്പെയിനിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഹി വാസ് നോൺ ആസ് എ സ്പാനിഷ് നാവിഗേറ്റർ. ക്യൂൻ ഇസബെല്ല, ഇത് ഒരു അറിയപ്പെട്ട സ്പാനിഷ് റൂളറാണ്. കിങ് ഫെർഡിനൻഡ്, ഇദ്ദേഹവും ഒരു അറിയപ്പെട്ട സ്പാനിഷ് റൂളറാണ്. ഇസബെല്ലയും ഫെർഡിനൻഡും ഇവർ രണ്ടുപേരുമായിരുന്നു കൊളംബസിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ എയ്ഡും സപ്പോർട്ടും നൽകിയിരുന്നത്. അങ്ങനെ അദ്ദേഹം 1942 ഒക്ടോബറിൽ വെച്ച് പാലോസ് പോർട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുമായി സാന്റാ മറിയ, പിൻറ്റ നിന എന്നീ 3 ഷിപ്പുകളിലായി യാത്ര തിരിച്ചു. അവരുടെ ലക്ഷ്യം പക്ഷേ ഈസ്റ്റ് ആയിരുന്നെങ്കിൽ കൂടി അവരെത്തിപ്പെട്ടത് ഹിസ്പാനിയോളയിലായിരുന്നു. പക്ഷേ അവിടെയും അവരൊരു കോളനി സ്ഥാപിച്ചു. സ്പെയിനിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവർ ഒരുപാട് ഗോൾഡും ഒരുപാട് സ്പൈസസുമായിട്ടാണ് തിരിച്ചു വന്നത്. അദ്ദേഹം പക്ഷേ ഈ സ്ഥലത്തെ ഇന്ത്യയുടെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ചു. എന്നാൽ സത്യത്തിൽ ഇത് സെൻട്രൽ അമേരിക്കയുടെ പാർട്ടായിരുന്നു. ഇന്ത്യയുടെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ചത് കാരണം തന്നെ
അവിടെയുള്ള ജനങ്ങളെയും അദ്ദേഹം വിളിച്ചിരുന്നത് ഇന്ത്യൻസ് എന്ന പേരടങ്ങുന്ന രൂപത്തിലായിരുന്നു. ആസ് റെഡ് ഇന്ത്യൻസ്. റെഡ് ഇന്ത്യൻസ് എന്നാണ് അദ്ദേഹം അവിടെയുള്ള ജനങ്ങളെ വിളിച്ചിരുന്നത്. ഈ യാത്രകൾ മാത്രമല്ല, വീണ്ടും വീണ്ടും യാത്രകൾ ചെയ്യാൻ അദ്ദേഹത്തിന് ലഭിച്ച ബഹുമതികൾ അദ്ദേഹത്തിന് ഒരു പ്രചോദനമായി മാറി. അങ്ങനെ അദ്ദേഹം വീണ്ടും യാത്രകൾ ചെയ്തു. അതിൽ 3 യാത്രകൾ വളരെ പോപ്പുലറാണ്. അദ്ദേഹം യാത്ര ചെയ്ത് ഹെയ്തി എന്ന ദ്വീപിലെത്തി. അവിടെ നിന്നും അത് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് ട്രിനിദാദ് എന്ന സ്പേസിലായിരുന്നു. അവിടെ നിന്നും അദ്ദേഹം എത്തിയത് ഹോണ്ടുറാസ് എന്ന ഏരിയയിലും അറ്റ് ലാസ്റ്റ് ഹി റീച്ച്ഡ് അറ്റ് മെക്സിക്കോ. പക്ഷേ ഈ സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ചു എന്നല്ലാതെ ഇത് ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡം, അതിന് അമേരിക്ക എന്ന് പേരിടാൻ മറ്റൊരു തലമുറയിൽ നിന്നും ഒരാൾ വരേണ്ടി വന്നു. ഇദ്ദേഹം കണ്ടുപിടിച്ചു എന്നല്ലാതെ അതിന് അദ്ദേഹത്തിന് ഒരു പേര് നൽകാൻ സാധിച്ചില്ല. അത് അദ്ദേഹത്തിന് പറ്റിപ്പോയൊരു അബദ്ധമായി മാറി. ഇതിന് പേര് നൽകാൻ പിന്നീട് വന്നത് അമേരിഗോ വെസ്പുചി എന്ന ഒരു ഇറ്റാലിയൻ നാവിഗേറ്റർ ആയിരുന്നു. അമേരിഗോ വെസ്പുചി ഇദ്ദേഹം ദ നെക്സ്റ്റ് സെഞ്ചുറിയിൽ നിന്നുള്ളൊരു വ്യക്തിത്വമായിരുന്നു. ഹി വാസ് ആൻ ഇറ്റാലിയൻ നാവിഗേറ്റർ. അമേരിക്കയ്ക്ക് അമേരിക്ക എന്ന പേര് നൽകിയ ഇദ്ദേഹമാണ്. വാസ്കോ ഡ ഗാമ ഇദ്ദേഹം ഒരു പോർച്ചുഗൽ നാവിഗേറ്ററാണ്. പോർച്ചുഗീസിൻ്റെ ക്യാപിറ്റലായ ലിസ്ബണിൽ നിന്നും 1497 ജൂലൈ 8 അദ്ദേഹത്തിൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. 4 ഷിപ്പുകളും 170 കൂട്ടാളികളുമായി കേപ്പ് വേർഡ് ദ്വീപിലൂടെ ആഫ്രിക്കൻ കോസ്റ്റുകൾക്കിടയിലൂടെ അങ്ങനെ അവർ ഇക്വേറ്റർ പാസ് ചെയ്തു. 3 മാസത്തോളം അവർ യാത്ര ചെയ്തു. ഇത്രയും കഠിനവും ഇത്രയും ദൂരവുമായ യാത്ര അവരെ കൊണ്ടെത്തിച്ചത് ഒരു യുണീക്ക് പ്ലേസിലായിരുന്നു. They reached at മൊസാംബിക്. ഇത് അറബികളുടെ കൺട്രോളിലുണ്ടായിരുന്ന ഒരു ആഫ്രിക്കൻ കോസ്റ്റാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ സ്ഥിതിഗതികൾ മാറിപ്പോയി. ജനങ്ങൾ അവരുടെ വരവിനെ സംശയിച്ചു, ഭയന്നു. അവരുടെ വരവിൽ നിന്നും ഞങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെടാനുണ്ടെന്ന് അവർക്ക് തിരിച്ചറിവ് വന്ന പോലെയായി. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നിന്നും പിന്തിരിഞ്ഞു പോരേണ്ടി വന്നു. പിന്നീട് അവർ കെനിയയിലെ മൊംബാസയിലെത്തി. അവിടെ നിന്നും മാലിൻഡിയിലെത്തി. അവിടെ നിന്നുള്ള കോണ്ടാക്റ്റിൽ നിന്നാണ്, ഇന്ത്യൻ ട്രേഡേഴ്സിൽ നിന്നുള്ള കോണ്ടാക്റ്റിൽ നിന്നാണ് അവർ അറിയുന്നത് കാലിക്കറ്റ് എന്ന ഭൂമിയിലേക്ക് എത്താൻ ഇവിടെ നിന്നും മാർഗങ്ങളുണ്ടെന്ന്. അവിടെ നിന്നും അവർക്ക് കാലിക്കറ്റിലേക്കുള്ള വേ ലഭിക്കുകയായിരുന്നു. 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കാപ്പാടിലെത്തി. സാമോറിൻ അവരെ റിസീവ് ചെയ്തു. പക്ഷേ കാലിക്കറ്റുമായുള്ള ട്രേഡ് റിലേഷൻ അത്ര സ്മൂത്ത് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1498 ഓഗസ്റ്റ് 29 അദ്ദേഹം തിരിച്ചുപോയി. 1499 സെപ്റ്റംബറിലാണ് അദ്ദേഹം ലിസ്ബണിലെത്തുന്നത്. കിങ് ആവട്ടെ ജനങ്ങളാവട്ടെ അവരെല്ലാം അദ്ദേഹത്തെ നല്ല രീതിയിൽ വെൽക്കം ചെയ്തു. പക്ഷേ ആ യാത്ര അവർക്ക് നല്ല രീതിയിൽ നഷ്ടമുണ്ടാക്കി. 4 കപ്പലുമായി പോയ അവർക്ക് 2 കപ്പൽ മാത്രമേ തിരിച്ചു വന്നപ്പോൾ നൽകാനായുള്ളൂ. അതിൽ പകുതി യാത്രികരുമില്ലായിരുന്നു. കാലിക്കറ്റുമായുള്ള കൊമേഴ്ഷ്യൽ ട്രീറ്റി അങ്ങനെ ഒരു തോൽവിയായി മാറി. അവർ കൊണ്ടുവന്ന 2 കപ്പലുകൾ പക്ഷേ മുഴുവനായും സ്പൈസസ് കൊണ്ട് നിറച്ചായിരുന്നു വന്നിരുന്നത്, സുഗന്ധവ്യഞ്ജനങ്ങൾ. അങ്ങനെയാണ് ഫ്യൂച്ചർ ട്രേഡിനെ കുറിച്ചുള്ളൊരു ഐഡിയ അവർക്ക് വന്നത്. പെപ്പർ, യൂറോപ്യൻസിൻ്റെ പേരിൽ പറഞ്ഞാൽ ബ്ലാക്ക് ഗോൾഡ്. അത് അവർക്ക് ആ യാത്രയിൽ നിന്ന് ലഭിക്കാവുന്നതിൻ്റെ 60 മടങ്ങ് ഇരട്ടിയുള്ള മൂല്യമുള്ള എന്തോ ഒന്നായിരുന്നു. അങ്ങനെ ഓരോ യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയിലേക്ക് കോൺക്വർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. 1502 അവർ വീണ്ടും വന്നു ഇന്ത്യയിലേക്ക് തന്നെ. വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം 20 കപ്പലുകളിലായി അവർ പോയി ഒരുപാട് സ്പൈസസ് കളക്ട് ചെയ്തു. അതിൽ ഏറ്റവും മെയിൻ പെപ്പർ തന്നെയായിരുന്നു. 1524 അദ്ദേഹം മലബാറിലെത്തി. അങ്ങനെ മലബാറിലെത്തിയതോടുകൂടി അദ്ദേഹം അവിടെ ഏറ്റവും കൂടുതൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഭരണം സ്ഥാപിച്ചു. കാരണം അദ്ദേഹം മലബാറിലെത്തിയിരുന്നത് മലബാറിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പോർച്ചുഗൽ വൈസ്രോയി ആയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭരണം സ്ഥാപിക്കാൻ എളുപ്പമായി. ഫെർഡിനൻഡ് മെഗല്ലൻ ഇദ്ദേഹം ഒരു പോർച്ചുഗീസ് ട്രാവലറാണ്, പോർച്ചുഗീസ് നാവിഗേറ്റർ. സ്പാനിഷ് എക്സ്പെഡീഷൻസ് ഈസ്റ്റ് ഇൻഡീസിലേക്ക് നടത്തുന്നത് 1519-1522 ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ 1519-1522 ഉണ്ടായിരുന്ന ഈ സ്പാനിഷ് എക്സ്പെഡീഷൻസ് അദ്ദേഹത്തെ ഫസ്റ്റ് സർക്കം നാവിഗേഷൻ ഓഫ് എർത്തിന് കാരണമാക്കി. ആദ്യമായി ലോകം മുഴുവൻ പ്രദക്ഷിണം ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം. ദ ഫസ്റ്റ് സർക്കം നാവിഗേറ്റർ ഓഫ് എർത്ത്.
എന്ന പദവി അങ്ങനെ ഫെർഡിനൻഡ് മെഗല്ലന് ലഭിച്ചു. പക്ഷേ ഈ യാത്ര കംപ്ലീറ്റ് ചെയ്തത് സെബാസ്റ്റ്യൻ എൽക്കാനോ എന്നൊരു വ്യക്തിത്വമാണ്. മെഗല്ലൻ്റെ ഗ്രൂപ്പ് 5 ഷിപ്പുകളിലായി സെവൽ പോർട്ട് ഓഫ് സ്പെയിനിൽ നിന്നും 1519 സെപ്റ്റംബറിൽ യാത്ര തിരിച്ചു. അങ്ങനെ അവർ അറ്റ്ലാന്റിക് ഓഷ്യൻ കടന്നുപോയി. അവർ പസഫിക് ഓഷ്യനിലെത്തി. അടുത്ത വർഷം അവർ ഫിലിപ്പൈൻസിലും എത്തി. 1521 മാർച്ചിൽ അവർ ഫിലിപ്പൈൻസിലെത്തി. മെഗല്ലൻ അവിടെ വെച്ച് ലോക്കൽസിനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് സ്വാഗതം ചെയ്തു. അവിടെ പ്രശ്നങ്ങൾക്ക് ഉരുത്തിരിഞ്ഞു വരാൻ തുടങ്ങി. അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് സ്വാഗതം ചെയ്തതോടുകൂടി ജനങ്ങൾക്ക് രോഷാകുലരായി മാറേണ്ടി വന്നു. കാരണം അതവരുടെ മതത്തിൻ്റെ അറിവിനെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. അവിടെ വെച്ച് ഒരു വലിയ ഫൈറ്റ് തന്നെ നടക്കാൻ തുടങ്ങി. യുദ്ധമെന്ന് തന്നെ പറയാം. യൂറോപ്യൻസ് ഒരു വലിയ പ്രശ്നത്തിൽ ഉരുത്തിരിഞ്ഞു വന്നു. അവിടെ വെച്ചുണ്ടായ സ്ട്രഗിളിലാവാം മെഗല്ലൻ കൊല്ലപ്പെട്ടു. ആ സ്ട്രഗിളിൽ കൊല്ലപ്പെടേണ്ടി വന്ന മെഗല്ലൻ്റെ കൂട്ടാളികൾക്ക് ഭയന്നു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. യൂറോപ്യൻസ് അവിടെ കീഴടങ്ങി. അവർക്ക് രക്ഷപ്പെടാൻ മാർഗങ്ങൾ തേടേണ്ടി വന്നു. കാരണം അവർ വന്നത് മെഗല്ലനോടൊപ്പമായിരുന്നെങ്കിൽ മെഗല്ലനാണ് കൊല്ലപ്പെട്ട് കിടക്കുന്നത്. അങ്ങനെ അവർക്ക് രക്ഷപ്പെടാനുണ്ടായിരുന്ന ഏക മാർഗമായിരുന്നു വിക്ടോറിയ എന്ന കപ്പൽ. അവർ വിക്ടോറിയ എന്ന കപ്പൽ വഴിയാണ് രക്ഷപ്പെട്ടത്, എൽക്കാനോ എന്ന ക്യാപ്റ്റന് കീഴിൽ. അവരവസാനം 1522 സെപ്റ്റംബറിൽ സ്പെയിനിൽ തിരിച്ചെത്തി. പക്ഷേ തിരിച്ചെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയുന്നത് 270 മനുഷ്യരുമായി പോയ അവർക്ക് തിരിച്ചു വന്നപ്പോൾ 18 പേർ മാത്രമേ ബാക്കിയായുള്ളൂ. കബ്രാൾ ഒരു പോർച്ചുഗീസ് നാവിഗേറ്ററാണ്. ഈസ്റ്റ് കോസ്റ്റ് ഓഫ് അമേരിക്കയിലൂടെ യാത്ര ചെയ്തൊരു വ്യക്തിത്വം. പോർച്ചുഗീസ് ഡൊമിനേഷൻ ഓഫ് ബ്രസീലിന് കാരണമായി ഇദ്ദേഹത്തിൻ്റെ നാവിഗേഷൻ. ഇദ്ദേഹം ബ്രസീലിനെ കണ്ടുപിടിച്ച വ്യക്തിയായിട്ടാണ് അറിയപ്പെടുന്നത്, കബ്രാൾ ഓഫ് ബ്രസീൽ. ജോൺ കാബോട്ട് ഇദ്ദേഹം ഒരു വലിയ നാവിഗേറ്റർ തന്നെയായിരുന്നു. ഹി ഫൗണ്ടഡ് ന്യൂ ഫൗണ്ട് ലാൻഡ്. ഇതുപോലെ ഒരുപാട് നാവിഗേറ്റേഴ്സ് അന്നത്തെ കാലത്ത് വീണ്ടും ജീവിച്ചിരുന്നു. സെബാസ്റ്റ്യൻ കാബോട്ട് അതുപോലെ തന്നെ ലബ്രദോർ കണ്ടുപിടിച്ചു. ലബ്രദോർ കണ്ടുപിടിച്ചത് സെബാസ്റ്റ്യൻ കാബോട്ടും ന്യൂ ഫൗണ്ട് ലാൻഡ് കണ്ടുപിടിച്ചത് ജോൺ കാബോട്ടുമായിരുന്നു. ഇംഗ്ലീഷ് ഹെൽപ്പോട് കൂടിയായിരുന്നു ഇതെല്ലാം. ഇതുപോലെ തന്നെ മറ്റു നാവിഗേറ്റേഴ്സ് ആയിരുന്നു വില്യം ഡ്രേക്ക്, വാൾട്ടർ റെലി, ഗിൽബർട്ട് എന്നുള്ളവരെല്ലാം. ഇതെല്ലാം ഇംഗ്ലീഷ് ഹെൽപ്പോട് കൂടിയായിരുന്നു. ജാക്കസ് കാർട്ടിയർ എന്ന ഒരു ഫ്രഞ്ച് നാവിഗേറ്റർ ഉണ്ടായിരുന്നു. ഇദ്ദേഹം അമേരിക്കൻ കോണ്ടിനെൻറ്റിലേക്കായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ജാക്കസ് കാർട്ടിയർ നടത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ എക്സ്പെഡീഷൻസ് എല്ലാം ഒരു സർട്ടൻ കാലയളവിലായിരുന്നു. ഇറ്റ് വാസ് ബിറ്റ്വീൻ 1534 to 1541. 1534, 1541 കാലഘട്ടങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രകളെല്ലാം തന്നെ. സോ ഫ്രണ്ട്സ്, ഇതാണ് we can tell about European expeditions. I think it's enough for today. So friends, don't forget to subscribe my channel and press the bell icon. Don't forget to like my video if you liked it, and also please share my channel if you think it's useful, and don't forget to put your comments down.